നമ്മുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ സാബു എം ജേക്കബ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരായ സഹപ്രവർത്തകരെ, വളരെയധികം സന്തോഷം തോന്നുന്നു, അതിലേറെ ആത്മാഭിമാനം തോന്നുന്നു. കാരണം കിഴക്കമ്പലം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം അത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലൂടെ വളർന്ന് ഇന്ന് കേരളത്തിൻ്റെ 8ഓളം ജില്ലകളിൽ 35ഓളം നിയോജക മണ്ഡലങ്ങളിൽ കമ്മിറ്റികളും ഓഫീസുകളും ഒക്കെയായി പടർന്നു പന്തലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ഇന്നുള്ളത്. നമുക്കറിയാം, കിഴക്കമ്പലത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ വലിയ രീതിയിലും അതുപോലെ തന്നെ വളരെയധികം പ്രതീക്ഷയിലുമാണ് ജനങ്ങൾ നിത്യേന നമ്മളുമായി ബന്ധപ്പെടുന്നത്. നമ്മൾ ഓരോ നിയോജക മണ്ഡലങ്ങളും കമ്മിറ്റികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ മറ്റു പല നിയോജക മണ്ഡലങ്ങളിൽ നിന്നും നമ്മളെ ഇങ്ങോട്ട് ആളുകൾ വിളിക്കുന്നു. അവരുടെ പഞ്ചായത്തിലേക്കും അവരുടെ നിയോജക മണ്ഡലങ്ങളിലേക്കും ജില്ലകളിലേക്കുമൊക്കെ 2020 പാർട്ടി എന്നെത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കൂടിയാണ് നമ്മൾ വിളിക്കുന്നതിൻ്റെ കാരണം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കിഴക്കമ്പലത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്ത വികസന മാതൃകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ ലീഡറാണ്. കാരണം കേരളത്തിലെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ആ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഇന്നൊരു നേതാവുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിലാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ മറന്ന്, അദ്ദേഹത്തിന്റെ സ്വന്തം സമയം പോലും മറന്ന് ഈ നാടിനും നാട്ടുകാർക്കും വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡർ. ആ ലീഡറാണ് നമ്മുടെ ഊർജവും അതുപോലെ തന്നെ ആർജവും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടാക്കിയപ്പോ ആ വ്യവസായ സ്ഥാപനത്തെ പൂട്ടിക്കാനും അതിൽ 20,000-ൽ പരം ആളുകൾക്ക് ജോലി കൊടുത്തപ്പോ അവരുടെ വയറ്റത്തടിക്കാനും വേണ്ടി ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോ അവരെ എല്ലാം നിലം പരിശാക്കിക്കൊണ്ട് ഒരുത്തനെ പോലും ബാക്കി വെക്കാതെ മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ലീഡറാണ് ഇന്ന് 2020 അധ്യക്ഷൻ. ആ അധ്യക്ഷനുള്ളപ്പോ നമുക്കെല്ലാവർക്കും ആത്മാഭിമാനം തോന്നുക തന്നെ വേണം. കാരണം ഇന്ന് ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ വ്യവസായ സ്ഥാപനം ഇന്ന് ഏറ്റവും വലിയ വസ്ത്ര വ്യവസായ സ്ഥാപനമായി മാറിയിരിക്കുന്നു. ലോകത്തെ തന്നെ 2ാമത്തെ വലിയ ഒരു വസ്ത്ര വ്യാപാര സ്ഥാനമായി മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം ഈ കിഴക്കമ്പലത്ത് തുടങ്ങിയ ഫാക്ടറിയെ കണ്ട്, ആ കമ്പനിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ട്, ഈ ഗ്രാമത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ കണ്ട്, തൊട്ടടുത്തുള്ള തെലങ്കാനയിൽ നിന്ന് ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ അവിടുത്തെ മന്ത്രി വന്ന് അദ്ദേഹത്തിലൂടെ കൊണ്ടുപോയപ്പോ നമുക്ക് പറയാൻ ആഗ്രഹിക്കും, ഇതാണ് നമ്മുടെ മാതൃക. ഇന്ന് വാറങ്കലിൽ ആ ഫാക്ടറി എല്ലാം ഇന്ന് വികസനത്തിന്റെ തുടക്കത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. തൊട്ടടുത്തുള്ള ആന്ധ്രയിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം രാജ്യത്തെ തന്നെ ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ മന്ത്രി ഇവിടെ വന്ന് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ നമ്മുടെ ഓരോ 2020 പ്രവർത്തകർക്കും നെഞ്ചിൽ തൊട്ട് പറയാം, ഇതാണ് പ്രസ്ഥാനം, ഇതാണ് കേരളത്തിന്റെ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മൾ ആരും തന്നെ, ഞാനും നിങ്ങളും എല്ലാവരും ഒരു ഉപജീവനത്തിന് വേണ്ടി മാത്രം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്നവരല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ രാഷ്ട്രീയത്തെ കുറിച്ച് കാണുന്നത് തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടാണ്. പക്ഷെ നമ്മളുടെ ഉപജീവനം നമ്മൾ ചെയ്യുന്ന കച്ചവടവും വ്യവസായവും അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റു കാര്യങ്ങളിലും ജോലി ചെയ്ത് അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുള്ള ഒരൊറ്റ ചിന്ത നമ്മുടെ ഭാവി തലമുറയെ കണ്ട് മാത്രമാണ് നമ്മൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ഉടനീളം എല്ലാ നിയോജക മണ്ഡലങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, കേരളത്തിന്റെ ജനത 2020-യെ, നമ്മുടെ ലീഡറെ, നമ്മളെ ഓരോരുത്തരെയും കിഴക്കമ്പലത്തെയും കാണുന്നത് അവരുടെ മാതൃകയായിട്ടാണ്. അവരുടെ നാട്ടിലേക്കും അവരുടെ നിയോജക മണ്ഡലത്തിലേക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ 2020 പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ഒരു പ്രതീക്ഷയിലൂടെയാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ നോക്കുക. ഞാനിവിടെ നമ്മുടെ കിഴക്കമ്പലത്തിന്റെ കാര്യവും നമ്മുടെ പാർട്ടി ലീഡറെ കുറിച്ച് പറഞ്ഞപ്പോ ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാര്യം നോക്കൂ.
അദ്ദേഹം ഇവിടുത്തെ ആരോഗ്യ രംഗമായിക്കോട്ടെ, സാമ്പത്തിക രംഗമായിക്കോട്ടെ, സർവ്വ രംഗങ്ങളും, പൊതുഗതാഗതമായിക്കോട്ടെ, എല്ലാം തകർത്ത് മുന്നേറുമ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഇവിടുത്തെ ഭാവി തലമുറയ്ക്കുണ്ടോ? അവരുടെ സ്വന്തം അണികൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി അധപതിച്ചു. ഇവിടുത്തെ ആരോഗ്യ രംഗം തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് അദ്ദേഹം കുടുംബത്തോടുകൂടെ ഏറ്റവും അധികം വെറുക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നു. ആ പോയിരിക്കുന്ന കഥ കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്നു. ഇവിടെ പെൻഷൻ കൊടുക്കാൻ, സാധാരണക്കാരന് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ ഇവിടെ പണമില്ലെന്ന് പറയുന്നു. കടമെടുത്ത് മുട്ടിച്ച് ഈ നാടിനെ മുന്നോട്ട് നയിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് ഒരു സീറ്റിന്, അതായത് കേരളത്തിൽ നിന്നും അമേരിക്ക വരെ യാത്ര ചെയ്യാൻ ഒരൊറ്റ സീറ്റിന് അദ്ദേഹം ചെലവഴിച്ചത് 18 ലക്ഷം രൂപയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മകളും കൊച്ചുമകനും ഒക്കെയായി അമേരിക്കയിലേക്ക് ചികിത്സ പോയിരിക്കുന്നു. എപ്പോ ഇവിടെ ഒരു പാവം വീട്ടമ്മ, ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മ, ഒരു ആരോഗ്യ പരിശീലനത്തിന് വേണ്ടി, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഒരു മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവരുടെ തലയിലൂടെ സ്ലാബും കെട്ടിടവും ഇടിഞ്ഞു വീണ് അവരുടെ ജീവന് വേണ്ടി കരഞ്ഞപ്പോ അതുപോലും ചിന്തിക്കാതെ മന്ത്രിമാരുടെ പത്രസമ്മേളനം നടത്തി ആ ബിന്ദു എന്ന് പറയുന്ന വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ ശവകുടീരത്തിന്റെ കല്ലറ അടയ്ക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയിരിക്കുന്നു. എന്ത് മാതൃകയാണ് ഈ CPM അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനം അധ്വാന വർഗ സിദ്ധാന്തത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് എന്നുള്ളതാണ്. ദുരന്തങ്ങളാണ്. ഈ മുഖ്യമന്ത്രി ഇവിടെ ഭരണമേറ്റ അന്ന് മുതൽ ഈ കഴിഞ്ഞ 9 വർഷം എടുക്കുക, ഓഖി ദുരന്തം മുതൽ, സുനാമി ദുരന്തം മുതൽ, ഈ രാജ്യത്ത് കേട്ടുകേൾവിയില്ലാത്ത പോലെ പ്രളയങ്ങൾ, അതുപോലെ തന്നെ ഉരുൾപൊട്ടലുകൾ, എല്ലാ വർഷവും കോവിഡ് പോലെയുള്ള മാരാമാരികൾ, ഇതൊക്കെ കേരളത്തിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോ ഈ നാട് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ കാര്യവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ പ്രതിപാദിക്കുന്നില്ല. കാരണം ആ മയക്കുമരുന്ന് പോലും ഇന്ന് CPM അവരുടെ കുടിൽ വ്യവസായം പോലെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാം, കൊച്ചുകുട്ടികൾ, ഭാവി തലമുറകൾ, അവർ ഇന്ന് കോളേജുകളിൽ പോകുമ്പോൾ അവർ പഠിക്കാനാണ് പോകുന്നതെന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യം. കാരണം ഇന്ന് SFI എന്ന് പറയുന്ന CPM-ന്റെ കുട്ടി സഖാക്കൾ അവർ ഇന്ന് സർവകലാശാലകളിലേക്കും കോളേജുകളിലും കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ, കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിച്ച് ഈ സഖാക്കളെ അടയിട്ട് വിരിയിക്കുന്ന ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണം അത് അവസാനിപ്പിക്കണമെങ്കിൽ, ആ ഒരൊറ്റ മാറ്റം ഈ കേരളത്തിന് കൊണ്ടുവരണമെങ്കിൽ ഒരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ. അത് 2020 എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ലീഡറുകളുമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ പോലും തിരുവനന്തപുരത്ത് നിന്ന് ഏതാനും ചെറുപ്പക്കാർ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം ശ്രീ സാബു M. ജേക്കബിന്റെ ഒരു അപ്പോയിന്റ്മെന്റിനാണ് വന്നത്. അദ്ദേഹം തിരക്കിലായതുകൊണ്ട് ഞാൻ അവരെ കണ്ടു. ഏകദേശം 15ഓളം ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, 2020യെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വളർന്നപ്പോ പല സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചവരാ. പക്ഷെ ഇന്ന് ഞങ്ങൾ വാണിജ്യ സ്ഥാപനങ്ങൾ നടത്തുന്നു, IT സ്ഥാപനങ്ങൾ നടത്തുന്നു, ടെക്നോ പാർക്കിൽ ഒരു വലിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, കഴിഞ്ഞ ഒരു പണിമുടക്കോടുകൂടെ ഈ രാജ്യത്തെ തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് നയിക്കുമ്പോ ഇനി ഞങ്ങളുടെ പ്രതീക്ഷ 2020 ആണ്. അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരണം, അവിടെ വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പല പാർട്ടിയിലും വിശ്വസിച്ചു, പക്ഷേ ഈ പാർട്ടിക്ക് ഇനി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് 2020 വരണമെന്ന് ഒരു പ്രത്യാശയിലാണ് അവർ ഇന്നലെ വന്ന് കണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ ഒക്കെ തുടക്കം, ഇതിന്റെ എല്ലാം തുടക്കം, അതിന്റെ ഒരു അടിത്തറ വിപുലമാക്കിയാൽ മാത്രമേ അതിന് മുകളിൽ ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കാൻ സാധിക്കൂ. അതിന്റെ അടിത്തറ സ്ഥാപിച്ച നിങ്ങൾ ഓരോരുത്തർക്കും നെഞ്ചിൽ തൊട്ട് പറയാം, നിങ്ങൾ അഭിമാനിക്കുന്നു. അത് ഈ പാർട്ടിയുടെ തുടക്കം. അത് നാളെ കേരള ഭരണത്തിലേക്ക് വരുമ്പോൾ പോലും നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം അതിന്റെ തുടക്കം അത് നിങ്ങളിലൂടെയായിരുന്നു, നിങ്ങളിലൂടെയാണ്, ഇനി ഞങ്ങളിലൂടെ ആയിരിക്കും ഈ രാജ്യത്തിൽ മാറ്റം വരുന്നത്, ഈ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിങ്ങൾക്ക് പറയാൻ സാധിക്കും.
നമുക്കറിയാം, ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ നിങ്ങൾക്കറിയാം. എവിടെ നിന്നോ വന്ന് എന്തെങ്കിലും കഥകൾ മെനഞ്ഞ് പണമിറക്കി ചില സോഷ്യൽ മീഡിയയിലെ ചെറിയ ചെറിയ ചാനൽ കീടങ്ങളെ കൊണ്ടുവന്നുകൊണ്ട് ഉണ്ടാക്കി മെനയുന്ന കഥകൾ. ഈ CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരെല്ലാം നുണകളിൽ നിന്ന് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കിഴക്കമ്പലത്താണെങ്കിലും നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലാണെങ്കിലും നുണകളുടെ കൊട്ടാരമുണ്ടാക്കി ഈ പാർട്ടിയെ എങ്ങനെങ്കിലും തകർക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു കണക്ക് കൂട്ടിൽ പലതും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എടോ CPM കാരാ, എടാ കോൺഗ്രസ്സുകാരാ, ഇടതുപക്ഷമേ വലതുപക്ഷമേ അല്ലെങ്കിൽ BJP-ക്കാരാ, നിങ്ങൾക്കൊന്നും ഈ പാർട്ടിയെ കുറിച്ച് അറിയില്ല. കാരണം ഈ പാർട്ടി ജനങ്ങളുടെ ഹൃദയത്തിലാണ്. ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഈ പാർട്ടിയുടെ സ്ഥാനം. അതുകൊണ്ട് ഒരു ശക്തിക്കും ഈ പാർട്ടിയെ തകർക്കാൻ സാധിക്കില്ല. നമ്മുടെ പ്രിയങ്കരനായ ലീഡറുടെ ചുറ്റും ഇതുപോലെയുള്ള ഭടന്മാരായി ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണം അത് കൈയാളുന്നവരെ നമുക്ക് വിശ്രമമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് 2020.